അപ്പൊ നമ്മള് സ്റ്റേജിൽ കളിച്ച അതേ ഉഷാറോടെ ഇവിടെ ഒന്നുകൂടി കളിക്കല്ലേ? അതിനേക്കാൾ ഉഷാറായിക്കോട്ടെ, അതിനേക്കാൾ ആയിക്കോട്ടെ അല്ലേ? സപ്പോർട്ട് നിങ്ങൾ പൊളിക്കൂലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇവരെ കൂടെ കളിച്ചാലോ? ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചുതരോ? സ്റ്റെപ്പ് പഠിപ്പിച്ചുതരോ? ഞങ്ങൾ കളിച്ചോളാം. ഞങ്ങൾ കളിക്കും നിങ്ങളോടെ. ആദ്യം ഏത് സ്റ്റെപ്പാ കളിക്കണ്ട? ഇതൊന്ന് പിടിച്ചേ. ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പം മക്കളെ കുറച്ച് മുന്നോട്ട് വെക്കോ. ആദ്യമായിട്ടാണോ നിങ്ങൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? അല്ല, ജില്ല വരെ പങ്കെടുത്തിട്ടുണ്ട്, സംസ്ഥാനം ആദ്യമായിട്ടാണ്. അത് പക്ഷേ ഈ ഗോത്ര കലകൾ വന്നിട്ട് 2 വർഷം ആയിട്ടുള്ളൂ അല്ലെ? കഴിഞ്ഞ വർഷം. അപ്പം ഇത് എന്താ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നത്? അപ്പം റിസൾട്ട് വന്നോ? വന്നു. അടിപൊളി. അപ്പൊ സ്കൂളിന് വേണ്ടി ജയ് വിളിക്കല്ലേ? സ്കൂളിന്റെ പേരെന്താ? വിളിക്കല്ലേ നിങ്ങളെ? റെഡി? സ്കൂളിന് വേണ്ടി അവർ ജയ് വിളിക്കും. റിസൾട്ട് വന്നു, എ ഗ്രേഡ് ആണ്. റെഡി? അപ്പൊ സ്കൂളിന്റെ പേരിൽ ഒരു യോ വിളിക്കും. റെഡി? 1 2 3 സ്റ്റാർട്ട്. യോ പിള്ളേർക്കൊരു യോ കൊടുക്ക. പിള്ളേർക്കൊരു യോ കൊടുക്ക. ഓക്കെ. അപ്പൊ എന്തായാലും പണിയനൃത്തമാണ് കലോത്സവത്തിൽ എത്തിയിട്ട് ഏകദേശം ചുരുങ്ങിയ വർഷങ്ങളായിട്ടുള്ളൂ. അതായത് 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ എന്തായാലും ഇവരെ തകർക്കുവാണ്. ആദ്യമായിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വരുന്നത്. എ ഗ്രേഡ് സ്വന്തമാക്കി. ഇനി നമുക്ക് താരങ്ങളെ തന്നെ
തന്നെ വിളിച്ചാലോ? ഏ താരങ്ങളെ തന്നെ പോകല്ലേ വിളിച്ചാലോ? നിങ്ങൾ പോകല്ലേ നിങ്ങൾ പോകല്ലേ നിങ്ങളുടെ ഈ നിങ്ങൾ ഇവിടെ നിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ പഴയ നേരത്തല്ലേ കളിച്ചത്, പിന്നെ നിങ്ങൾക്ക് വേറെ നിങ്ങൾ ഡാൻസ് കളിക്കാൻ ആഗ്രഹമുണ്ടോ? ഒരു തട്ടുപൊളിപ്പൻ പാട്ടുകൾക്ക് നമുക്കൊന്ന് സ്റ്റെപ്പ് വെച്ചാലോ? പാട്ടിന് ഡാൻസ് കളിച്ചാലോ? നമുക്കപ്പോ സംഘനൃത്തത്തിന്റെ ആൾക്കാരുണ്ട്. സംഘനൃത്തക്കാരെങ്കിൽ വന്നേ. വാ, വാ. വാ വാ വാ. നിങ്ങൾ ഏത് നമുക്ക് സ്കൂളിലാ? ഈ വേഷത്തില് സംഘനൃത്തല്ലേ നിങ്ങൾ കളിച്ചത്? അത് ഉഷാറായി കളിച്ചില്ലേ? എ ഗ്രേഡ് വാങ്ങിയില്ലേ? റിസൾട്ട് വരാൻ കാത്തിരിക്കാനല്ല. അപ്പൊ നമുക്ക് റിസൾട്ടിന്റെ ഇടയിൽ വരട്ടെ. നമുക്ക് ചില അടിപൊളി പാട്ടുകൾക്കൊന്ന് സ്റ്റെപ്പ് ഇട്ടാലോ? നിങ്ങളെ സംഘനൃത്തം ഞങ്ങൾക്ക് കാണണം, പക്ഷെ അതോടൊപ്പം തന്നെ കുറച്ചും കൂടി ഒന്ന് കളർഫുൾ ആക്കിയാലോ? റെഡിയല്ലേ? റെഡിയല്ലേ?